നെടുമ്പാശ്ശേരിയിലെ കഴിഞ്ഞ ദിവസം നടത്തിയ കൊക്കൈൻ കടത്തിന്റെ കൂടുതൽ വിവരങ്ങളാണ്. ബ്രസീൽ സ്വദേശികളായ ദമ്പതികളുടെ വയറ്റിൽ നിന്ന് 1.67 കിലോ കൊക്കൈനാണ് കണ്ടെത്തിയിരിക്കുന്നത്. 1.67 കിലോ കൊക്കൈൻ, അതായത് 16 കോടി രൂപ വിപണി മൂല്യം ഉള്ളതാണ് ഇത്രയും കൊക്കൈൻ. 163 കൊക്കൈൻ ഗുളികകളാണ് ഇരുവരും വയറ്റിൽ ഒളിപ്പിച്ച് എന്ന് വെച്ചാൽ വിഴുങ്ങി കടത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചത്. കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് കുറച്ച് ചിരി വരുമെങ്കിലും 16 കോടി രൂപ മൂല്യമുള്ള ലഹരി വസ്തുക്കൾ വിഴുങ്ങിയാണ് ഈ ബ്രസീലിയൻ ദമ്പതികൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തി അവരെ പിടികൂടിയിരിക്കുന്നത്. ഒന്നും രണ്ടുമല്ല, 163 കൊക്കൈൻ ഗുളികകളാണ് ഇരുവരുടെയും ശരീരത്തിൽ ഉണ്ടായിരുന്ന, വയറ്റിലുണ്ടായിരുന്നുള്ള. ആ രണ്ടുപേരുടെ ചിത്രങ്ങളാണ്, ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇവർ രണ്ടുപേരുമാണ് കഴിഞ്ഞ ദിവസം പിടിയിലായത്. ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് അവരെ പെട്ടെന്ന് മാറ്റുകയും അവിടെ നിന്ന് അവരുടെ ശരീരത്തിൽ അവർ വിഴുങ്ങി കൊണ്ടുവന്ന ഇത്രയും കൊക്കൈൻ ഗുളികകൾ വീണ്ടെടുക്കുകയും ചെയ്തു. ഒരു പക്ഷേ ഒരു വിമാനത്താവളത്തിലൂടെ ഇത്രയും ലഹരി വസ്തുക്കൾ വിഴുങ്ങി പിടിയിലാവുകയോ ഒക്കെ ചെയ്യുന്ന ആദ്യത്തെ സംഭവമായിരിക്കും. അതിൻ്റെ മാർക്കറ്റ് വാല്യൂ, വിപണി വില എന്നത് 16 കോടി രൂപയാണ് എന്നത് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ് DRI ആണ് ഈ വലിയ ഒരു ഓപ്പറേഷന് നേതൃത്വം നൽകിയത്. YS അഭിനന്ദ് അതിൻ്റെ മറ്റു വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിനന്ദ്, ഇത്രയും വിപണി മൂല്യമുള്ള കൊക്കൈൻ വിഴുങ്ങി ഇവർ കൊണ്ടുവന്നു. തിരുവനന്തപുരത്തേക്ക് അവർ പോകാൻ ശ്രമിച്ചതെന്ന് അന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇത് ആർക്ക് കൊണ്ടുവന്നാണ്? ഇവിടെ ആരാണ് ഇത് റിസീവ് ചെയ്യാനിരുന്നത്? ഇത് കേരളത്തിൽ എവിടേക്കാണ് അത് കൊണ്ടുപോയത്? അല്ലെങ്കിൽ ഇതിൻ്റെ കേരളത്തിലെ ആവശ്യക്കാരും? അത്തരം വിവരങ്ങൾ DRIക്ക് കിട്ടി കാണുമല്ലോ ഈ ദിവസങ്ങൾക്കിടെ. വിജയകുമാർ, അക്കാര്യത്തിലൊക്കെ DRIക്ക് ഇപ്പോൾ വ്യക്തത വരുന്നതിനോ DRI വൃത്തങ്ങൾ ഇപ്പോൾ ആ വിഷയവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം എന്നത് 16 കോടി വിലയുള്ള കൊക്കൈനാണ് പിടികൂടിയിട്ടുള്ളത്. 1.67 കിലോ കൊക്കൈനാണ് ബ്രസീൽ സ്വദേശികളായ ദമ്പതികളുടെ വയറ്റിൽ നിന്നും കണ്ടെത്തിയത്. DRIക്ക് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലുള്ള സംശയം തോന്നി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും ഇവരെ പിടികൂടിയതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ അങ്കമാലിയിലെ ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. പ്രവേശിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഇത്തരത്തിലേക്ക് വലിയ രീതിയിൽ തന്നെ കൊക്കൈൻ പിടികൂടിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. കൊക്കൈൻ ഗുളികകൾ വിഴുങ്ങിയ ശേഷം കൊച്ചിയിൽ വിമാനമിറങ്ങിയ ബ്രസീലിയൻ ദമ്പതികളെ DRI അറസ്റ്റ് ചെയ്തപ്പോൾ പോലും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. 50 ഗുളികകളാണ് ഓരോരുത്തരും വിഴുങ്ങിയെന്നായിരുന്നു DRIയുടെ സംശയം. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇവരിൽ നിന്നും ഇതുവരെ 70 ഗുളികൾ പുറത്തെടുത്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വീണ്ടും പരിശോധന നടത്തിയപ്പോഴാണ് 1.67 കിലോ ഗുളികയോളം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. 10 കോടി രൂപയിലേറെ വിലയുള്ള കൊക്കൈനാണ് ഇവരുടെ ശരീരത്തിലുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. എന്തായാലും ഇപ്പോൾ അവരെ കസ്റ്റഡി എടുത്തുന്നു. ബ്രസീലിലെ സാവോ പോളിൽ നിന്നാണ് നെടുമ്പാശ്ശേരി വിമാനമിറങ്ങിയ ബ്രസീലുകാരായ ദമ്പതികളായിരുന്നു ഇവർ. കൃത്യമായ സൂചന അടിസ്ഥാനത്തിലാണ് ലൂക്കാസ, ഭാര്യ ബ്രൂണ, രണ്ടുപേരുടെ പേരെങ്ങനെയാണ് ഇവരെ പിടികൂടുന്നത്. ആശുപത്രി എത്തി നടത്തിയ പരിശോധനയിൽ മയക്കുമരുന്ന് വിഴുങ്ങിയതായി കണ്ടെത്തി. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ ശേഷമാണ് ഇതുവരെ 70ഓളം കൊക്കൈൻ ഗുളികൾ ഇന്നലെ പുറത്തെടുത്തിരുന്നു. ഇന്നിപ്പോൾ ബാക്കിയും കൂടി പുറത്തെടുത്തിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനം. എന്തായാലും വിജയകുമാർ, എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നത് ഇവർ വയറ്റിൽ സൂക്ഷിച്ചിരുന്നത് വലിയ തോതിലുള്ള ഗുളികകൾ. അഭിനന്ദ്, അത് ശരിയാണ്. 1 കിലോ 1.67 കിലോ കൊക്കൈൻ എന്ന് വെച്ചാൽ അവർ രണ്ടുപേരും ഏതാണ്ട് അവശ നിലയിലായിരുന്നു വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ തന്നെ എന്ന് DRI ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു. ലൂക്ക, ബ്രൂണ രണ്ടുപേരും പിന്നീട് അവരെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. 163 കൊക്കൈൻ ഗുളികകൾ ഇവർ വിഴുങ്ങി. ഇത് വയറ്റിൽ പൊട്ടാതെ എന്ന് വെച്ചാൽ ഈ ഗുളികകൾ പൊട്ടിയാൽ അത് അവരുടെ ജീവന് ഭീഷണിയാവും. അതുകൊണ്ട് പൊട്ടാതെ ഇരിക്കാനൊക്കെ ഉള്ള ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരുന്നു. അല്ലെങ്കിൽ അത് വിഴുങ്ങുമ്പോൾ തന്നെ ഇത് വയറ്റിനുള്ളിൽ പൊട്ടുന്നില്ല എന്ന് ഉറപ്പുവരുത്താനൊക്കെ ഉള്ള മുൻകരുതലൊക്കെ എടുത്തിരുന്നു എന്നാണ് DRI ഉദ്യോഗസ്ഥർ പിന്നീട് പറഞ്ഞത്. ആ നിലയിലാണ് ഇവർ ഇത്രയും വില വരുന്ന കൊക്കൈൻ ഗുളികകൾ വിഴുങ്ങി കേരളത്തിലെത്തിയത്. തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകാൻ എന്നാണ് പറഞ്ഞത്. ആരെ കാണാൻ, ആർക്ക് കൊടുക്കാൻ എന്നത് DRI കണ്ടെത്തിയിട്ടുണ്ട്. അവരിലേക്ക് അന്വേഷണം എത്തി എന്നാണ് ഒടുവിൽ വരുന്ന വിവരങ്ങൾ. YS അഭിനന്ദാണ് വിശദാംശങ്ങൾ നൽകിയത്.